ഫ്രണ്ട്സ്, ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടുന്നത് കൊണ്ട് യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ഇടാത്തതുകൊണ്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഗോപാലൻ വൈദ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രോഡ് വൈദ്യൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ മരിച്ചു പോയ ഏതോ ഒരു ഇടക്കര അവിടെ എവിടെയുള്ളൊരു വൈദ്യരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കുറേ കമൻസ് കാര്യമൊക്കെ വന്നപ്പോൾ അവരത് ബാധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ മരിച്ചുപോയ വ്യക്തിയും ഒരുപാട് ഗോപാലൻ വൈദ്യർ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഒരുപാട് വൈദ്യന്മാരുണ്ട്. അവരൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഈ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുള്ള ആളാണ്. ഓക്കെ, വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്ത് അയാൾ ആധാർ കാർഡ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നിലമ്പൂർ മുക്കട്ടാന്നെങ്ങാനും പറഞ്ഞ സ്ഥലത്താണ് ഇയാളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇയാൾക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സിക്കാനുള്ള ഇതൊന്നും ഇല്ല. പക്ഷേ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അയാൾക്കെതിരെ ഒരുപാട് കേസൊക്കെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ ഉള്ളതാണ്. പക്ഷെ ഒരു ആക്ഷനും ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്, വ്യാജ ഡോക്ടർമാരും വ്യാജ ഇതും. അപ്പോൾ നിങ്ങളൊരു ചികിത്സക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ഇത് കണ്ടപ്പാട് ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നൊന്നും അങ്ങനെ എല്ലായിടത്തു നിന്നും പോയി കഴിക്കരുത് കേട്ടോ. ഇയാളൊക്കെ മസാജ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇയാൾക്കെതിരെ വിഷയങ്ങളൊക്കെ ഉള്ളത്, ആരെയൊക്കെയോ മസാജ് ചെയ്യുമ്പോൾ വേണ്ടാത്തടത്തൊക്കെ പിടിച്ചിട്ടൊക്കെ ഉള്ള പ്രശ്നവും കേസും അടിപൊളിയൊക്കെ ഉള്ള അത്ര ഫ്രോഡാണ്. ഇപ്പോൾ ഒരാൾ കോൺടാക്ട് ചെയ്തൊക്കെ 7 ലക്ഷം രൂപ അയാളെ പറ്റിച്ചിരിക്കുന്നുണ്ട്. ഒരു ലേഡി കോൺടാക്ട് ചെയ്തൊക്കെ അങ്ങനെ ഒരുപാട്. അതിൻ്റെ ഉള്ളറയിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ വീഡിയോ ചെയ്യുന്ന എൻ്റെ ഭിന്നശേഷിയുള്ള മക്കൾ ഇതിൽ പോയി പെടരുത് എന്നുള്ളതാണ്. അയാളുടെ കേസും കാര്യങ്ങളും നിലവിൽ നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. കാര്യമില്ലാന്ന് എന്ത് കാര്യമോ ഇവിടെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകെ ഇങ്ങനെ നടക്കണം. ഇനി വർഷങ്ങളെടുക്കും ഒന്ന് വിധിയാവാൻ. പിന്നെ എത്രയോ ആൾക്കാരെ കാര്യം അങ്ങനെയല്ല. ഇവർ ഈ പറയുന്ന എനിക്ക് മെസ്സേജ് അയച്ച ഈ വ്യക്തി ഉണ്ടല്ലോ, പിന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി കൊടുത്തിക്ക് ഒരാക്ഷനും അയാൾക്കെതിരെ എടുത്തിക്കില്ല. അതുപോലെ പിന്നെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ആരെല്ലോ കേസ് കൊടുത്തിക്ക്. ഇയാളായിരുന്നെന്തോ മരുന്നാറ്റമായി തന്നിട്ട് വയ്യാണ്ടായി അഡ്മിറ്റായിട്ട് അങ്ങനെ കേസുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അറിയാം. പക്ഷെ ഇപ്പോഴും ഇയാൾ തുടരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പിന്നെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഒരു പോലീസുകാരൻ, എനിക്ക് അറിയുന്ന ഒരു പോലീസ് ഓഫീസറെ വിളിച്ച് ചോദിച്ചു, സാറേ ഇങ്ങനെയാണ് വിഷയം, എന്താ ചെയ്യാൻ? അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, പോലീസ് സാറ് പറഞ്ഞതാണ്. പിന്നെ നമുക്കിപ്പോൾ കേസിന് അതിൻ്റേതായ സമയം കാര്യങ്ങളും എടുക്കും. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതിനൊന്നും കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ഇയാൾ ആരൊക്കെയോ പറഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിക്കോലോ. പേടിയുണ്ട് അയാളെ കള്ളത്തരങ്ങൾ വിളിച്ചിട്ടാവും. ഇയാൾ എല്ലാ സ്ഥലത്തും ഇതേപോലെ ആയുർവേദ കേന്ദ്രങ്ങൾ നടത്തിയിട്ട് അവിടെയെല്ലാം ഉള്ളവരെ അബ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. അനാവശ്യമായിട്ട് മരുന്ന് കാര്യം കൊടുത്ത് പൈസ ഉണ്ടാക്കാമല്ലോ, എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ അവിടെ എവിടെയും പിടിക്കുക, അങ്ങനത്തെ ഒക്കെ വിഷയങ്ങളാണ്. 100% ഫേക്ക് വൈദ്യരാണ് ഈ ഗോപാലൻ വൈദ്യർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചങ്ങായി എന്ന് വിചാരിച്ചിട്ട്. ഇയാളെ സംസാരം എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് കലർന്ന മലയാള സംസാരമാണ്. കേട്ടാൽ തമിഴിനാന്ന് തോന്നും, പക്ഷേ മലയാളി തന്നെയാണ്. പിന്നെ അവരോട് ഒരു ചെറിയൊരു പോസ്റ്റർ ഇതിൻ്റെ അകത്ത് വെക്കുക കേട്ടോ, ഗോപാലൻ വൈദ്യർ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അയാളെ പാട്, അയാൾ ഇനിയും അത് തുടരും. അതിനൊന്നും നമ്മുടെ നാട്ടിൽ അതിനൊന്നുള്ള സംവിധാനങ്ങളല്ല ഇനിയും ആയി വരണം. ഫ്രോഡുകൾക്കൊന്നും ഇവിടെ എനിക്ക് പറയാനുള്ളത് ഭിന്നശേഷിയുള്ള എൻ്റെ മക്കളോടാണ്. ഇങ്ങനെയുള്ളൊരു വീഡിയോ നമ്മൾ കല്യാണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ചികിത്സക്ക് എന്ന് പറഞ്ഞ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു ജീവിതകാലം മൊത്തം നിങ്ങൾ ചികിത്സയായിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഭിന്നശേഷിയുള്ളൊരു മക്കളുള്ള ഏത് പേരൻസ് ആയാലും ഓരെ പോയിട്ട് ഡോക്ടറെ അടുത്തും കണ്ട് എല്ലായിടത്തും കാണിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു കല്യാണത്തിലേക്ക് എത്തി നിങ്ങൾ ഈ വീഡിയോ എടുക്കുക എന്നെ വിളിക്കുമ്പോൾ നിങ്ങളുടെ വയസ്സ് 20ൻ്റെ മുകളിൽ, 22, 25 അങ്ങനെ മുകളിലായിരിക്കും. അതിൻ്റെ മുമ്പ് നിങ്ങൾക്കൊണ്ടാകുന്ന രീതിയിലെല്ലാം ചികിത്സ നടത്തിയിട്ടുണ്ടാവും. മെഡിക്കൽ സയൻസിൽ ചികിത്സ ഇല്ലാത്തൊരു കാര്യം പെട്ടെന്നൊരു കുഴമ്പോ ഒരു മരുന്നോ തേച്ചാൽ മാറൂല എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. ഞാൻ എൻ്റെ മിന്നുവിൻ്റെയോ എൻ്റെ ഭാര്യേൻ്റെ ഇത് ചെയ്ത സമയത്തുണ്ടല്ലോ, കാഴ്ചേൻ്റെ കാര്യം പറഞ്ഞ് ആടെ മരുന്നുണ്ട് ഇവിടെ മരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വൈദ്യന്മാർ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അത് മാറൂല എന്നുള്ളത്, അത് ജനറ്റിക്കൽ പ്രോബ്ലം ആണ് എന്നുള്ളത്. അതിന് ലണ്ടനിലോ യുകെയിലോ മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അത് വന്ന് ഇംപ്ലിമെൻ്റ് ആയാൽ മാത്രമേ അത് മാറൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പം പിന്നെ നമ്മൾ വെറുതെ വൈദ്യന്മാരുടെ അടുത്ത് പോയി വെറുതെ പൈസയോ
പിന്നെ ഇയാൾ ഉഴിച്ചലിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഭിന്നശേഷിയുള്ള എൻ്റെ മക്കളാരും നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഗോപാലൻ വൈദ്യർ ചികിത്സ അല്ലെങ്കിൽ ഏതെങ്കിലും, ഇനിയിപ്പോൾ പേര് മാറ്റുമെന്നറിയില്ല, ഏതെങ്കിലും വൈദ്യരാണ് ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് അതിൽ പോയി നിൽക്കരുത്. താല്പര്യമില്ല എന്ന് തന്നെ അങ്ങ് അടിച്ച് പറയാം. ഇനിയിപ്പോൾ അനധികൃതമായിട്ട് വീട്ടിൽ വരികയെന്ന് വീഡിയോ അങ്ങ് എടുക്കുക, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഭവനവേദനത്തിന് കേസ് കൊടുക്കുക, എൻ്റെ അനുവാദം ഇല്ലാണ്ട് എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് കേസ് കൊടുക്കുക. എന്നിട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഇത് എനക്കയച്ചാൽ നമുക്ക് നോക്കാമല്ലോ. ഇവിടെയുള്ള പിന്നെ നീതിന്യായ വ്യവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. ഇത്രയും കാലമായിട്ടൊരു ഫ്രോഡ് നല്ല ഉഷാറായിട്ട് നമ്മളെ നാട്ടിൽ നമ്മളെ കൺമുമ്പ് കൂടെ നടന്നു പോകുന്നത്. കുറേ ആൾക്കാർ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരാളുടെ ഫോട്ടോ നമുക്ക് ഇലീഗലി വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഫോട്ടോ വെച്ചിട്ട് വെക്കുന്നവരുണ്ട്. നമുക്ക് ന്യൂസിലും കാര്യത്തിലുള്ള അയാളെ ഫോട്ടോ സ്പ്രെഡായി കഴിഞ്ഞാൽ നമുക്ക് വെക്കാം. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ വെക്കുമ്പോൾ അതിന് ലീഗൽ സാധനങ്ങളുണ്ട്. അതല്ലാണ്ട് എനിക്കെൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ ഇന്ത്യയിലുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊന്നും വെക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഫോട്ടോ, എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ആളാരാന്ന് മനസ്സിലാവണം അങ്ങനെയുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എന്ന് വെച്ചാൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. അയാൾ എന്തായാലും പിന്നെ ഇത് തുടരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്ന ആൾക്കാരെ ഇനിയും ഇതേപോലെയുള്ള ആളുകൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വിളിക്കും. അതിലൊന്നും നിങ്ങൾ പോയിട്ട് മരുന്ന് ചികിത്സ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോവരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അത് മാത്രമാണ് നമ്മൾ ഇത്രയും കല്യാണങ്ങൾ 200ൻ്റെ മുകളിൽ കല്യാണങ്ങൾ നടത്തിയത് ഈ വീഡിയോ എടുത്തിട്ട് തന്നെയാണ്. ഇത് റിസൾട്ടുള്ള കാര്യമാണ്. എല്ലാ മാസവും കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ ചിലത് അപ്ഡേറ്റ് ചെയ്യാനാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രയും റിസൾട്ടുള്ള കാര്യമാണ്. ഒരു നല്ലത് ചെയ്യുമ്പോൾ അതിന് ഇടങ്കോലിടാൻ ഇഷ്ടം പോലെ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ പൊന്ന് സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളതിൽ പോയി വീഴരുത്. വെറുതെ പൈസ ചെയ്തു ഒന്നും ആകരുത്. മനസ്സിലാക്കണം, പക്വതയോടുകൂടെ ഡീൽ ചെയ്യണം. കല്യാണ ആവശ്യത്തിന് വീഡിയോ എടുക്കുമ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന പോലെ മാത്രം അതും അന്വേഷിച്ചിട്ട് ചെയ്യുക. മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുന്നത് താല്പര്യമില്ല എന്ന് പറഞ്ഞേക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, പബ്ലിക് നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ പേഴ്സണൽ നമ്പർ തരരുതെന്ന്. ഇനി മുതൽ നമ്മൾ മെയിൽ ID മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ള തീരുമാനമാണ്. നിലവിൽ കുറച്ചാളുടെ നമ്പർ എടുത്തതുണ്ട്, അത് നമ്പർ കൊടുക്കും. ബാക്കിയെല്ലാം ഇനി മെയിൽ ID കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്പറിൻ്റെ വിഷയമൊന്നും ഇനി വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, പക്വതയോടുകൂടി ഡീൽ ചെയ്യുക. ആര് വിളിച്ചാലും അല്ല പറയുന്ന എല്ലാം സത്യമാണെന്നങ്ങ് വിശ്വസിക്കരുത്. നമ്മളെ ലോകം അങ്ങനെയാണ്. അതൊന്നും മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഒന്നും ഇനി എടുക്കണ്ടേ മക്കളെ എന്ന് ചിന്തിക്കരുത്. ഇത് റിസൾട്ടുള്ള കാര്യമാണ്. ഇതിന് ഇടങ്കോലിടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ തട്ടി തെറിപ്പിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് തന്നെ പോകണം. കല്യാണങ്ങൾ നടത്തണം. മക്കൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ നമുക്ക് പോകണം. ഇതുപോലെയുള്ള ഇടങ്കോലി ഇതിൻ്റെ മുമ്പും നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പരിപാടി തുടങ്ങി അന്ന് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഫേസ് ചെയ്തത്. ഒരു ചങ്ങായി ഉണ്ടേനും പണ്ട്, ഓനിപ്പോൾ തുടരുന്നുണ്ടോ എന്തോ അറിയില്ല. എൻ്റെ അടുത്ത് ലേറ്റസ്റ്റ് ഇവരൊന്നും കിട്ടിയിട്ടില്ല. ഗൾഫിലുള്ള ഒരു ചങ്ങായി ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഫോട്ടോ അയച്ചിട്ട് ഇത് ഞാനാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ കബളിപ്പിച്ച് പിന്നെ ഫോട്ടോ വീഡിയോ കോൾ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുത്തെ. പിന്നെ നമ്മളെല്ലാവരോടും എല്ലാ വീഡിയോയിലും പറയുന്നു അവനെ ശ്രദ്ധിക്കണേ. ഓൻ കാരണം ഞാൻ ഒരുപാട് വേദനിച്ചിക്ക്, ഒരുപാട് ഇടങ്ങാറായിക്ക്. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഈ ചങ്ങായി ഗോപാലൻ വൈദ്യർ, ഇനിയിപ്പോൾ അടുത്ത ആൾ വരും. ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. നമ്മളത് അവർക്ക് തീയുണ്ടെങ്കിലേ പുകയുണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മളതിന് നിന്ന് കൊടുത്താലല്ലേ, നമ്മൾ ആ രീതിയിൽ നിന്നാലേ പ്രശ്നമുള്ളൂ. പോടാന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. നമ്മുടെ വീട്ടിലെടുത്ത് പിന്നെ നമ്മളെ ഫോൺ ചെയ്ത് നമ്മൾ വിളിച്ചു വരുത്താണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. അവൻ്റെ വീഡിയോ നമുക്ക് എടുക്കണം. അങ്ങനെ തോന്നിയ സ്പോട്ടിൽ ഫോൺ എടുക്കുക, വീഡിയോ എടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി മുതലൊന്നും വരില്ല. ഇനിയിപ്പോൾ പിന്നെ അവൻ്റെ ഇതൊന്നും ഇനി നടക്കുകയല്ല. പിന്നെ ഈ ചങ്ങായി ഒരാളെ ചികിത്സിക്കുകയും ചെയ്ത് പിന്നെ അതേ വീട്ടിൽ ആ കുട്ടീനെ കല്യാണം ആലോചിച്ചും പോയാലോ. വേറെ എവിടെയോ ഉള്ളിടത്ത് ഒരു കുട്ടീനെ, ബുദ്ധിമുട്ടുള്ളൊരു കുട്ടീനെ പിന്നെ ഉയിച്ചൽ എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള സ്ഥലത്തൊക്കെ പിടിച്ചിക്കോല. നാട് നീളെ കേസും പെണ്ണ് കേസും കാര്യമുള്ള ചങ്ങായിയാണ് ഇവ. എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം ചങ്ങായികൾ നമ്മളെ ചുറ്റും ഉണ്ടാവും. ശ്രദ്ധിക്കുക. അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ നിയമത്തിൻ്റെ പിന്നെ ആളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കേസ് കൊടുക്കാനുള്ളത് കാര്യമില്ല. കേസെല്ലാം കെട്ടിക്കിടക്കുക എന്നല്ലാണ്ട് അതൊന്നും വിധിയാകുകയല്ല. കൊല്ലങ്ങൾ പിടിക്കും. വ്യാജ വൈദ്യന്മാർ ഇഷ്ടം പോലെ നമ്മളെ നാട്ടിലുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയും പോലെ ഓപ്പറേഷൻ വ്യാജ വൈദ്യൻ അല്ലെങ്കിൽ വ്യാജ ഡോക്ടർ എന്നുള്ളൊരു സാധനം ഇറങ്ങിയ ഇഷ്ടം പോലെ ആൾക്കാരെ പിടിക്കാൻ പറ്റും. കെ മുരളീധരൻ സാറൊക്കെ എന്ന് വിചാരിച്ചാൽ എത്രയോ ആൾക്കാരെ പിടിക്കാൻ പറ്റും. എത്ര ആൾ അനാവശ്യമായിട്ടുള്ള ഈ ഇല്ലാത്ത ഡിഗ്രി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ചികിത്സിക്കുന്ന അവർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനെതിരെ ശരിക്കൊരു സാധനം വരേണ്ട സമയം അതിക്രമിച്ചിട്ടോ.